ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് സൂപ്പർ ടേസ്റ്റിലൊരു ചിക്കൻ വിന്താല് തയ്യാറാക്കി നോക്കിയാലോ. റൈസിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി. വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എന്നാൽ നമുക്ക് റെസിപ്പി എങ്ങനെയെന്ന് കണ്ടു നോക്കാം. 1 കിലോ ചിക്കൻ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ്: 1/2 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 3 ഏലക്ക, 4 ഗ്രാമ്പു, 2 ചെറിയ കഷ്ണം പട്ട, 1/2 ടീസ്പൂൺ കുരുമുളക്, പിന്നെ ഒരു 10-15 അല്ലി വെളുത്തുള്ളി, 2 ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സ്പൈസസ് എല്ലാം കൂടെ റോസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ മസാല റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാനിവിടെ റോസ്റ്റ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ വിനാഗിരി, പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അതിനുശേഷം നമുക്കൊരു കടായിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായതിന് ശേഷം 2 വലിയ സവാള അരിഞ്ഞ് ചേർത്ത് നന്നായി നല്ല ബ്രൗൺ നിറമാവുന്നതുവരെ ഇത് വഴറ്റിയെടുക്കാം. സവാള നല്ല ബ്രൗൺ നിറമായതിനു ശേഷം നമുക്കിതിലേക്ക് 2 പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് തക്കാളിയെല്ലാം നന്നായി വെന്തുടഞ്ഞ് വരുന്നതുവരെ ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഇതിൽ എണ്ണ തെളിഞ്ഞ് വരുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോഴേക്ക് ഈ മസാലയിൽ പച്ചക്കൊത്തൊക്കെ മാറി നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാലയിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മസാലയെല്ലാം നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ചിക്കനൊക്കെ നന്നായി വെന്ത് നല്ല സോഫ്റ്റായി വരുന്നത് വരെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ കറിയൊക്കെ തിളച്ച് ചെറുതായി കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഇത് ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോഴേക്കും കറി ഒന്നുകൂടി ഒന്ന് കുറുകി കിട്ടും. ഇപ്പോൾ കറിയിലെ എണ്ണയെല്ലാം തെളിഞ്ഞ് ചിക്കനെല്ലാം നന്നായി വെന്ത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ വിന്താലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും റൈസിൻ്റെ കൂടെയും എന്ന് വേണ്ട എല്ലാ ഫുഡ് ഐറ്റംസിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.